മദ്ദളത്തിന് ചോറിടുക എന്ന് കേട്ടിട്ടുണ്ടോ? മദ്ദളം ഒരു വാദ്യോപകരണമാണ്. കേരളത്തിൻ്റെ തനത് വാദ്യോപകരണത്തിലൊന്നാണ്. അപ്പം അതിന് രണ്ട് പ്രതലമുണ്ട്, ഇടതും വലതും. അവിടെ ഒരിടത്ത് എരുമത്തോലും മറ്റേ ഭാഗത്ത് കാളത്തോലുമാണ് ഉപയോഗിക്കുന്നത് ഈ മദ്ദളത്തിന്, അതിൻ്റെ ശ്രുതി നന്നായിട്ട് കിട്ടാൻ വേണ്ടി. അതുമാത്രമല്ല, അതിൽ ഇടത് കൈ കൊണ്ട് കൊട്ടുന്ന ആ പ്രതലത്തിൽ ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിലൊരു കറുത്ത പൊട്ടുണ്ട്. അതെന്താണെന്ന് എത്ര പേർക്കറിയാം? പലർക്കും അറിയണമെന്നില്ല. ഈ വാദ്യോപകരണങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അത് അറിയാമായിരിക്കാം. ഈ കറുത്ത പൊട്ടുണ്ടാക്കുന്നതിനെയാണ് ചോറിടുക എന്ന് പറയുന്നത്. അവിടെ കറുത്ത നിറം കൊണ്ട് വരച്ചു വച്ചിരിക്കുകയല്ല. നമ്മുടെ അരി, അത് ഉണക്കല്ലരി പൊടിച്ച് കമുകിൻ്റെ തടി കത്തിച്ച് ആ കരി ചേർത്ത് അടക്കയുടെ പശയും കൂടി ചേർത്ത് അവിടെ ചേർത്ത് വയ്ക്കുന്നതാണ് ഈ കറുത്ത പൊട്ട്. അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ചെയ്തതാണ്. ഇതിനെയാണ് അരി ഇടുക എന്ന് പറയുന്നത്. അങ്ങനെ, അതായത് ചോറിടുക, അരിയിടുക അല്ലെങ്കിൽ ചോറിടുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ കറുത്ത പൊട്ട് ഉണ്ടാക്കുന്നത്. അതിന് ശ്രുതി നന്നായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. മറ്റേ ഭാഗത്തതില്ല. ഇനി അരിയിടാതെയും, അതായത് ചോറിടാതെയും ഈ മദ്ദളം ഉണ്ടാക്കാം. അതിനെ തൊപ്പി മദ്ദളമെന്നും, ഈ ചോറിട്ട മദ്ദളത്തിനെ, അതായത് ഈ പൊട്ടുള്ള കറുത്ത വൃത്താകൃതിയിൽ പൊട്ടുള്ള ഭാഗത്ത് ഇടുന്ന മദ്ദളത്തെ ശുദ്ധ മദ്ദളമെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ ചോറിടുക, മദ്ദളത്തിന് ചോറിടുക എന്ന പദം ഉണ്ടായത്, ആ വാചകമുണ്ടായത്.